ഹലോ, ചില ആക്ടേഴ്സ് അവരുടെ റിയൽ നെയിമിനെക്കാളും നമുക്ക് അവരെ വിളിക്കാൻ ഇഷ്ടം അവർ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിന്റെ പേരിലാണ്. അങ്ങനെ ഉള്ള രണ്ടാൾക്കാരാണ് എൻ്റെ കൂടെ. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അവരുടെ പെർഫോമൻസിനാണ്. നമുക്ക് അവരെ കാണുമ്പോൾ ഈ പേരിലേ വിളിക്കാൻ തോന്നുള്ളൂ. യെസ്, ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നു സുരേഷ് ഏട്ടൻ ആൻഡ് സുമലത ടീച്ചർ. വെൽക്കം ടു മൈ ഷോ. അപ്പൊ എത്ര പേര് നിങ്ങൾ റിയൽ നെയിം അല്ലാണ്ട് ഈ ഒരു പേരിൽ ഇപ്പം വിളിക്കുന്നുണ്ട്? അധികം ആൾക്കാരും അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്. ഞങ്ങൾ തമ്മിൽ ഏകദേശം അങ്ങനെയാ വിളിച്ചു. ചിത്ര സംസാരിക്കുമ്പോഴൊക്കെ ഇടയ്ക്ക് സുരേഷ് ഏട്ടൻ അല്ല രാജേഷ് ഏട്ടൻ നിങ്ങൾക്ക് തന്നെ മാറി പോകുന്നത്. യെസ്, അപ്പൊ ഇവിടെ ഞാൻ ഓഫീസിൽ നിങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴും റിയൽ നെയിം പറഞ്ഞപ്പോ എല്ലാരും ഇങ്ങനെ നിൽക്കാണ്. നിങ്ങളുടെ ഈ ക്യാരക്ടർ പേര് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ ടീച്ചർ, നമ്മുടെ ചേട്ടൻ എന്നൊക്കെയായി. അപ്പൊ ശരിക്കും ഈ ഒരു മൂവിയുടെ പ്രൊമോഷൻ ആയിട്ട് ഒരു വീഡിയോ ഇറങ്ങിയ സമയത്ത് എല്ലാരും വിചാരിച്ചു നിങ്ങൾ കല്യാണം കഴിക്കാൻ പോവാണ്, ആ ഒരു വെഡിങ് ഇൻവിറ്റേഷനും കാര്യങ്ങളൊക്കെ. അപ്പൊ എത്ര കോൾസ് നിങ്ങൾക്ക് വന്നു, എപ്പോഴാണ് കല്യാണം, അല്ലെങ്കിൽ എത്ര മെസ്സേജസ് വന്നു നിങ്ങൾക്ക്? അധികം നല്ല തിരക്കായി. ഞാൻ ജീവിതത്തിൽ അനുഭവിച്ച ഏറ്റവും വലിയ തിരക്ക് ആ സമയത്ത് അറ്റൻഡ് ചെയ്തത്. ഒരുപാട് ആശീർവാദങ്ങളും അല്ലേ? അതെ, ഒരുപാട് ആൾക്കാർ അനുഗ്രഹിച്ചു. നല്ലതാ മക്കളെ, നിങ്ങൾ അങ്ങനെ ഒന്നിക്കണം ഞങ്ങൾ വിചാരിച്ചതായിരുന്നു. അന്നേ ഞങ്ങൾക്ക് തോന്നിയിരുന്നു. കുറെ ആൾക്കാർ സെലിബ്രിറ്റികളൊക്കെ വിളിച്ചിരുന്നു. അങ്ങനെ നന്നായിടോ, നന്നായി. അപ്പൊ ഇവരോടൊക്കെ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് എന്നൊക്കെ അവർ റെക്കോർഡ് ചെയ്ത ഉത്തരം എല്ലാവരോടും പറയുന്നു. അതോ നിങ്ങളത് റിവീൽ ചെയ്തില്ലേ? ഇല്ല, ആദ്യത്തെ പ്രാവശ്യമൊക്കെ പിന്നെ അത് ഞാനിത് ക്ലാരിറ്റി കൊടുക്കാൻ നോക്കും. പിന്നെ കുറച്ച് സമയം അത് നിർത്തി, ക്ലാരിറ്റി കൊടുക്കുന്നത് നിർത്തി. കുറച്ചങ്ങ് ഓടിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഫോൺ അറ്റൻഡ് ചെയ്യാതായി. പിന്നെ എല്ലാം കൂടി ഒരുമിച്ച്. പിന്നെ മനസ്സിലാവാത്തവർ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഷോപ്പിലൊക്കെ പോയാല് ഹസ്ബൻഡ് ഉണ്ടോ, പുതിയ സിനിമേന്റെ വർക്ക് എന്തായി എന്നെല്ലാം ചോദിക്കും. അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വളരെ ബ്ലെസ്സിംഗ് ആയിട്ടാണോ കാണുന്നത്, അത് ഇതിപ്പോ വല്ലാത്ത തൊലയായാലോ അങ്ങനെയാണോ കാണുന്നത്? രതീഷേട്ടന് ഇതൊരു ഹരമായിട്ടാണ് ഞങ്ങളുടെ ഡയറക്ടർ. അപ്പൊ നമുക്കും അതിന്റെ പാർട്ടാവാനാണ്. ചേച്ചിക്കോ ആണല്ലേ? ഉത്തരം പറയാറില്ല. ഒരേ യൂണിവേഴ്സിൽ വരുന്ന ആൾക്കാർ, അതുകൊണ്ട് അങ്ങനെ ഹരായിട്ട് എടുത്തു നമ്മളത്. അതുപോലെ വാലന്റൈൻസ് ഡേക്ക് നിങ്ങളൊരു ബ്രേക്കപ്പ് ഒരു സോങ് പോലെ, അല്ലെങ്കിൽ നമ്മൾ കാണുമ്പോൾ നിങ്ങൾ ബ്രേക്കപ്പ് ആയോ എന്ന് തോന്നുന്ന ഒരു സംഭവമാണ് ഇറക്കിയത്. അപ്പം ഈ സിനിമയുടെ പേര് പ്രണയകഥ എന്നൊക്കെ ആണെങ്കിലും ഈ സിനിമ ഒരു ബ്രേക്കപ്പ് സ്റ്റോറി ആണോ പറയുന്നത്? അപ്പൊ ഈ സിനിമയെ പറ്റി നമ്മുടെ പ്രഷർ എടുത്ത് 2-3 വരികളിൽ. സിനിമ ഈ കണ്ട സുരേഷനും സുമലതയും എല്ലാവർക്കും അറിയാവുന്ന ആ ക്യാരക്ടർ, അവരുടെ പ്രണയം എങ്ങനെയാണ് തുടങ്ങിയത്, എങ്ങനെയാണ് അവരുടെ പ്രണയം മുമ്പിലോട്ട് പോയത്, അവരെങ്ങനെയൊക്കെ പ്രണയിച്ചിരുന്നു എന്നൊക്കെ പറയുന്ന കഥയാണ് ഈ സിനിമയിൽ പറയുന്നത്. അതില് പിന്നെ ഇവരുടെ പ്രണയം മാത്രമല്ല, അതിൽ ആ നാടും കൂടെ ഭാഗമാവുന്നുണ്ട് പ്രണയത്തിന്റെ ഭാഗമായിട്ട്. പിന്നെ ഒരു നാടകം നടക്കുന്നുണ്ട്, അതിന്റെ ബാക്ക്ഡ്രോപ്പിലാണ് പാരലായിട്ടാണ് ഈ കഥ പറയുന്നത്. അങ്ങനെ നമുക്ക് അങ്ങനെ പിന്നെ അങ്ങനെ പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തീർക്കാൻ പറ്റാത്ത പോലെയാണ് അതിന്റെ കഥകൾ പോകുന്നത്. ഒരു പ്രണയകഥ തന്നെയാണ്. പിന്നെ അത് ഈ പ്രണയകഥകൾ ഏത് കാലഘട്ടങ്ങളിലായി കഴിഞ്ഞാലും ഒരേപോലെയൊക്കെ തന്നെ ആയിരിക്കും. പല ഇൻസിഡന്റുകളും അതിന്റെ വഴികളും ഒക്കെ ഒരേപോലെയൊക്കെ തന്നെ ആയിരിക്കും. അങ്ങനെ ഇത് കുറച്ച് കാലഘട്ടങ്ങളെ ഇങ്ങനെ മുറിച്ചാണ് പറയുന്നത്. ഈ പ്രണയകഥ ഏത് കാലഘട്ടങ്ങളിലും നടക്കുന്നതായി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അതും കൂടെ ഇതിന്റെ കൂടെ ഉണ്ട്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി പോയി, കുഴപ്പമില്ല. നമ്മൾ കുറച്ചധികം മനസ്സിലാക്കിയിരിക്കുന്ന സിനിമയെ പറ്റി തോന്നുന്നു. സിനിമ വളരെ സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള കോമഡി സിനിമയാണ്. അപ്പം ചേട്ടൻ നാഥാൻ കേസുകൂടല് കാസ്റ്റിംഗ് ഡയറക്ടർ കൂടിയായിരുന്നു. അപ്പൊ ഈ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്യാം എന്ന് എപ്പോഴാണ് തീരുമാനിച്ചത്? എന്റെ ക്യാരക്ടർ ഞാൻ ചെയ്യാന്ന് തീരുമാനിച്ചിട്ടില്ലായിരുന്നു. അത് അവസാനം വന്ന ഞാൻ എന്റെ ക്യാരക്ടറിനൊക്കെ ഞാൻ കാസ്റ്റിംഗ് ഡയറക്ടർ ആകുമ്പോ ഞാൻ എന്നെ കാസ്റ്റ് ചെയ്യില്ലല്ലോ, അത് മോശമല്ലേ? അപ്പോ ഞാൻ എൻ്റെ ക്യാരക്ടറിനൊക്കെ വേണ്ടിയിട്ട് ആൾക്കാരെ കാസ്റ്റ് ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവസാനം ഇതിൻ്റെ ഒരു പ്രീ ഷൂട്ട് ഉണ്ടായിരുന്നു. നമ്മൾ സിനിമ ഒന്ന് ഷൂട്ട് ചെയ്തിരുന്നു ആദ്യം. അത് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ പിന്നെ സിനിമ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയത്. ചാക്കോച്ചൻ വെച്ച് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അതിന് മുമ്പ് ഒരു പ്രീ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എല്ലാ കാസ്റ്റ് ഇതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത് ആ സമയം പ്രീ ഷൂട്ട് ചെയ്ത സിനിമയിൽ. ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു ക്യാരക്ടറിനെ ഒന്ന് റീപ്ലേസ് ചെയ്തതാണ് ഞാൻ. ചില ക്യാരക്ടറുകൾ റീപ്ലേസ് ചെയ്ത് പോയിട്ടുണ്ട്. അങ്ങനെ റീപ്ലേസ് ചെയ്ത് ആ ക്യാരക്ടറിലേക്ക്. അത് എൻ്റെ അല്ല, അത് ഡയറക്ടറുടെ ഡിസിഷനാണ്.
എന്റെ ആണെന്നുണ്ടെങ്കിൽ ഞാനത് പറയില്ല. എനിക്കിത് ഇഷ്ടമല്ല. പക്ഷെ നല്ല അടിപൊളി ഡിസിഷൻ ആയിരുന്നു. കാരണം ഭയങ്കര രസമാണ് ആ ക്യാരക്ടറും അതുപോലെ സുമലത ടീച്ചർ എന്ന് പറഞ്ഞത്. അപ്പൊ എങ്ങനെയാണ് ചിത്രയിച്ചിലെടുത്ത് എത്തിയത് സുമലത എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ? അതെ, ഞാൻ പിന്നെ ചിത്ര ഞാൻ ഓഡീഷന് പോയി. ഓഡീഷന് പോയപ്പോ രാജേഷ് ഏട്ടനും നമ്മളെ വൈശാഖ് അല്ലേ, വൈശാഖും കൂടിയിട്ടുണ്ടായത് ഓഡീഷൻ പാനൽ. അപ്പൊ ഞാൻ രാജേഷ് ഏട്ടനെ കണ്ട എക്സൈറ്റ്മെന്റിലേ ഇല്ലേ. നല്ല പേര് പക്ഷെ എനിക്കറിയില്ല രാജേഷ് ആണെന്നില്ലേ. കണ്ടിട്ടുണ്ടോ? ഇതെല്ലാം കണ്ട് മഹേഷിന്റെ പ്രതികാരം ഇതൊക്കെ കണ്ട് അതിന്റെ ഒരു ഇതില്. അപ്പം ഇതെല്ലാം അതിന് ശേഷം എനിക്കറിയണം രാജേഷ് ഏട്ടൻ ഇവരെ പേരറിയണം. ഞാൻ കഴിഞ്ഞു പോകുമ്പോ പേരെന്തോ വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ, ഇതാണ് ഞാൻ ചോദിച്ചേ. അപ്പൊ തന്നെ അപ്പൊ എന്റെ സുമലത ടീച്ചർ അല്ലായിരുന്നു അപ്പൊ. പക്ഷെ മറ്റേ സുമലത ടീച്ചർ ആയിരുന്നു അപ്പോഴേ. മറ്റേ ഇത് ഇപ്പൊ കണ്ടില്ലേ, ഏതോ ഡാൻസ് പ്രാക്ടീസിന് മറ്റേ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ നമുക്ക് ഓഡിഷനും പോയിട്ട് വരാന്ന് പറഞ്ഞു. ഞാൻ ഓഡീഷന് തന്നെ പോയത്, കിട്ടുമോന്നൊന്നും അറിയുന്നുണ്ടായില്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ അതിന്റെ ശേഷം ഫസ്റ്റ് ഓഡീഷൻ സെലക്ട് ആകാൻ വിളിച്ചപ്പോ ഞാൻ ചോദിച്ചില്ലല്ലോ ഇത് എന്നെ വിളിച്ച മാറിപ്പോയിട്ടൊന്നും ഇല്ലല്ലോ എന്ന് ഞാൻ ചോദിച്ചു. കിട്ടിയത് എന്റെ നമ്പറിലേക്ക് തന്നെയല്ലേ വിളിച്ചതെന്ന് ചോദിച്ചു. അന്നേരം രാജേഷ് ഏട്ടനെ തന്നെ സംസാരിച്ച സെക്കൻഡ് റൗണ്ടിലേക്ക് സെലക്ട് ആയിട്ടുണ്ട് കേട്ടോ, അത് ഉറപ്പൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ എന്റെ മനസ്സിലാണ് എനിക്കല്ലെങ്കിൽ വലിയ ഉറപ്പൊന്നും ഇല്ലാന്ന് എന്റെ മനസ്സിലാണ്. പിന്നെ 2-3 റൗണ്ട് ഓഡിഷൻ ഉണ്ടായിരുന്നു. പിന്നെ ചിത്രനെ ഭീഷണിപ്പെടുത്തി ചിത്രക്ക് മുടി മുറിപ്പിച്ചു. ചിത്രക്ക് മുടി ഉണ്ടായിരുന്നു കൊറേ, സുമലതയാവാൻ വേണ്ടി. ഇവരെല്ലാം പറ്റിക്കും ഇങ്ങനെ പറഞ്ഞ്. അപ്പൊ ഞാൻ വിചാരിച്ചു അത് അങ്ങനെ പറയുന്നതായിരിക്കുന്ന വിചാരിച്ചേ അല്ലേ. സെറ്റില് പറ്റിക്കുന്ന സ്വഭാവം ഉള്ള കൂട്ടത്തില് ഈ സെറ്റിൽ എന്തോ പറയുമ്പോ മുട്ട അടിക്കണ്ടില്ല പറഞ്ഞല്ലോ എന്നോട്. ഞാൻ രതീഷേട്ടനല്ലേ എന്തായാലും അല്ല രതീഷേട്ടനല്ലേ മുട്ടയും അടുപ്പിക്കും എന്നുള്ള രീതിയിൽ ഞാൻ നിന്നെ. ആദ്യം മുടി മുറിക്കാൻ പറഞ്ഞപ്പോ സങ്കടം ഉണ്ടായിരുന്നോ? സങ്കടം ഉണ്ടായി. പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ ഇടക്കിടക്കേ വിളിച്ചു ഞാൻ ചോദിച്ചു ഞാൻ മുടി മുറിക്കണ്ട് എന്തെങ്കിലും മടക്കി വെക്കാനും പറ്റൂല, കുറച്ച് നല്ലോണം ഉണ്ടായതോ മുടി. എന്നിട്ട് ഞാൻ പിന്നെ വിചാരിച്ചു മുടി പോയാലും വരുമല്ലോ, ഇതിന് വന്നിട്ടില്ലെങ്കിലോ ക്യാരക്ടർ അങ്ങനെ. പക്ഷെ അത് സിനിമ ഷൂട്ട് തുടങ്ങിയപ്പോ തന്നെ തീർന്നു. ശരിക്കും ഈ 2 ക്യാരക്ടേഴ്സും ഇത്രമാത്രം ആളുകൾ അങ്ങോട്ട് ഇത് സ്നേഹിക്കുന്നു, ഇത്രമാത്രം സ്വീകരിക്കപ്പെടുമെന്ന് ചേട്ടൻ വിചാരിച്ചിരുന്നോ? ഇല്ല, ഇങ്ങനൊരു പിന്നെ എനിക്ക് ഇഷ്ടപ്പെടുമായിരിക്കും ആൾക്കാർക്ക് എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. ആ സിനിമയുടെ ഒരു സ്വഭാവമൊക്കെ വെച്ചിട്ട് ആ സിനിമയുടെ ഒരു ഈ ക്യാരക്ടേഴ്സ് വരുന്ന സമയം, അപ്പോൾ പിന്നെ അതുണ്ടാക്കുന്ന ഇമ്പാക്ട് ഒക്കെ വെച്ചിട്ട് ഫൺ ക്യാരക്ടേഴ്സ് ആണല്ലോ. സിനിമേനെ ഒന്ന് ഫണ്ണില് ലിഫ്റ്റ് ചെയ്യാന്നൊക്കെ ഉള്ളതാണ് അതിന്റെ ആവശ്യം. അപ്പൊ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് കുറച്ച് പ്രതീക്ഷയിലും കൂടുതൽ റെസ്പോൺസ് കിട്ടി. പക്ഷെ ഞാൻ വിചാരിച്ചത് മുടിയും പോയി ഞാനും ഉണ്ടാവില്ല സിനിമയിൽ. ഞാനേ കോഞ്ഞായിട്ടേ പോയി. ഓരോ റെവലേഷൻസ് ഓരോ സമയത്ത്. അല്ല എന്താ അറിയോ, എനിക്ക് ഞാൻ ഇതില് അങ്ങനെ അറിയില്ലല്ലോ, ഈ സിനിമേനെ പറ്റി ഒന്നുമില്ല, ഇതിന്റെ ഡീപ്പായിട്ടൊന്നും അറിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു പോയി എന്റെ മുടിയും പോയി ഞാനും ഉണ്ടാവില്ല അതിന്, അങ്ങനെയല്ലേ വിചാരിച്ചു. അപ്പൊ ആദ്യം എടുത്ത ഷൂട്ടിന്റെ സീൻ ഓർക്കുന്നുണ്ടോ? ആദ്യം ചെയ്തത് കോടതി സീൻ തന്നെ ചെയ്തത്. അല്ല ആദ്യം ചെയ്തത് നമ്മളെ റീൽസ് ഓട്ടോ ആക്സിഡന്റ് ആവുന്ന സീൻ. അപ്പം ഏത് സീനാണ് ഏറ്റവും കൂടുതൽ റീടേക്ക് ഒക്കെ പോയത്? ഇല്ല, നമ്മള് പ്രീ ഷൂട്ട് ഉണ്ടായിരുന്നോണ്ട് ഈ പിന്നെ നമ്മൾ ഈ സിനിമ തന്നെ ഷൂട്ട് ചെയ്തിരുന്നു ആദ്യം. സെയിം സിനിമ ഇത്രയും ലെങ്ത്തിൽ തന്നെ ഷൂട്ട് ചെയ്തിരുന്നു. അതിന്റെ റീസൺ എന്തായിരുന്നു? അതിന്റെ റീസൺ പുതിയ ആൾക്കാരാണ്, മറ്റേ ഫുൾ പുതിയ കാസ്റ്റ് ആണ്. പിന്നെ ഈ ഭാഷ, പിന്നെ ഒരു സ്റ്റൈലൊക്കെ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. പ്രത്യേക ഒരു വേറൊരു സ്റ്റൈലിലായിരുന്നു ഈ സിനിമ ചെയ്യാൻ തീരുമാനിച്ചിരുന്നത്. അപ്പൊ അതൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രീ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലെ ചിത്രം വന്നിട്ട് പെർഫോം ചെയ്ത് അത് ക്യാരക്ടർ ഏകദേശം ഫിക്സ് ആക്കിയിരുന്നു. നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കതിൽ വേറെ കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടായിരുന്നു. പിന്നെയും
ചിത്ര വെറുതെ ടെൻഷൻ അടിച്ചോണ്ടായിരുന്നു, ശരിയാവോ. ശരിക്കും അത് കാണുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരാളെ പോലെ ഒന്നും നമുക്ക് തോന്നുന്നേ ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പൊ സീനിയേഴ്സിന്റെ കൂടെ ഒക്കെ അഭിനയിച്ചു. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ശരിക്കും ആ ഒരു ഷൂട്ടിംഗ് ഒരു എക്സ്പീരിയൻസ്? ഞാൻ പേടിച്ചില്ല. ഞാൻ രാജേഷ് ചേട്ടനെ എനിക്ക് നല്ല പരിചയമില്ല. ഞാൻ എന്റെ ടെൻഷനെല്ലാം രാജേഷ് ചേട്ടനോട് പറയും, രാജേഷ് ചേട്ടൻ എനിക്ക് പേടിയാവുന്നുണ്ട്. അപ്പൊ ഇവരിതുപോലെ തന്നെ കോൺഫിഡന്റ് വരും. കുറച്ച് ടിപ്സ് ഒക്കെ തന്നോ, ഇങ്ങനെ ചെയ്താൽ മതി അങ്ങനെ ചെയ്താൽ മതി? അങ്ങനെ പറഞ്ഞു തരലുണ്ട്. ആണല്ലേ? കാസ്റ്റിംഗ് ഡയറക്ടർ ആണല്ലോ, അതന്നെ. പെട്ടാ പോയില്ല. അല്ലെങ്കിൽ എന്താ എനിക്ക് ചീത്ത വെക്കുന്നല്ലേ? അപ്പൊ ആ സിനിമയിൽ ഏറ്റവും കൂടുതൽ പാട് ആരെ കാസ്റ്റ് ചെയ്യാനായിരുന്നു? അതിലങ്ങനെ പാടുപെട്ട് ആക്ച്വലി പിന്നെ അവസാനത്തെ ബേസിലെ ക്യാരക്ടറൊക്കെയാണ് നമ്മൾ കുറച്ച് ആലോചിച്ചൊന്ന് കറങ്ങിയൊക്കെ നടന്നത്. ബാക്കി എല്ലാവരും ഓൾമോസ്റ്റ് ഓക്കെ ആയിരുന്നു. നമ്മൾ ആ ഫസ്റ്റ് ഇതിൽ തന്നെ കിട്ടിയിരുന്നു. അപ്പം ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്തത് ഇപ്പം എന്താ പറയാ, സുരേഷ് ചേട്ടന്റെ അതേപോലെ സുമലത ടീച്ചറുടെയും പ്രേമമാണെങ്കിലും അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലൊരു ലവ് സ്റ്റോറി പോയി എന്നുള്ളത് നമ്മൾ പിന്നീട് പത്രങ്ങളിലൂടെ അറിഞ്ഞു. ദീപ്തി പ്രതിശ്രുത വധുവാണ്. പറയൂ നിങ്ങളുടെ ലവ് സ്റ്റോറി. ഞങ്ങൾ അങ്ങനെ പിന്നെ നത്തം കേസുകളിൽ അങ്ങനെ പിന്നെ അങ്ങനെ പ്രേമൊന്നും ഉണ്ടായിരുന്നില്ല. അത് വെറുതെ ആൾക്കാർ പറയുന്നു. അത് ശരി, റൂമറാണ്. റൂമറാ. ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് കുറെ കഴിഞ്ഞ് നത്തം കേസുകൂടെ റിലീസ് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾക്ക് മുമ്പേ അറിയാം, ഒന്ന് ട്രൈ ചെയ്യാൻ പിന്നെ തീരുമാനിച്ചു. അങ്ങനെ പിന്നെ കൊള്ളാന്ന് തോന്നി, അങ്ങനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അതാണ്. അതെ ഗൈസ്, ഞാൻ വിചാരിക്കുക ഈ സമയത്തൊക്കെ നിങ്ങളുടെ ആ ഒരു ഇൻവിറ്റേഷൻ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ദീപ്തി ദീപ്തി അത് സഹിച്ചോണ്ടിരിക്കുക. ദീപ്തി ഇപ്പോഴും വന്നിരുന്നു. ഇന്ന് ഇന്റർവ്യൂവിന് കൂടെ വന്നിരുന്നു. പക്ഷെ അവർക്ക് പോകാനുള്ളതുകൊണ്ട് അതേപോലെ എനിക്ക് മഹേഷിന്റെ പ്രതികാരം സിനിമയിൽ ഞാൻ ദിലീഷ് ചേട്ടൻ്റെ അടുത്തും എപ്പോൾ കാണുമ്പോഴും ഞാൻ ഈ സിനിമയെ പറ്റി സംസാരിക്കും. കാരണം എത്ര വർഷം കഴിഞ്ഞാലും നമ്മുടെ എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് മൂവി ലിസ്റ്റിൽ ആ സിനിമ ഉണ്ടെന്നുള്ളതാണ്. അതിൽ ചേട്ടനുള്ള ഒരു പെർട്ടിക്കുലർ സീൻ, ആ നാരങ്ങ ഉരുണ്ടു പോകുന്നു, ജനഗണമന വരുന്നു, ഉടനെ തന്നെ നിങ്ങൾ അറ്റൻഷൻ നിന്നിട്ട് ചേട്ടനൊരു നോട്ടം ഇങ്ങനെ നോക്കൂല്ലോ. അയ്യോ ആ നോട്ടം ഓഡീഷൻ ചെയ്യുന്ന സമയത്ത് ഞാൻ അതെല്ലാം ഇങ്ങനെ ചിന്തിച്ചോണ്ടിരുന്നു. അത് തന്നെ അല്ലേ? ആ നോട്ടം ചേട്ടൻ കൈ നിട്ടാണോ അതോ ദിലീഷ് ചേട്ടൻ പറഞ്ഞാണോ? പിന്നെ ഇവര് നമുക്ക് ദിലീഷ് പോത്തന്റെ ശ്യാമിഷ്കനും ദിലീഷ് പോത്തനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോത്തന്റെ കൂടെ ഒന്നും നമുക്ക് പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അത് അവർ പറഞ്ഞു തരുന്ന രീതിയിലുണ്ടാവും. എന്തായിരിക്കും ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. എനിക്ക് ആ കഥ പറഞ്ഞു തരുമ്പോ തന്നെ എനിക്ക് തന്നെ നിക്കാൻ പറ്റില്ല ചിരിച്ചിട്ട്. ആ സീൻ എന്ത് സീനാ അത്. അപ്പൊ ഞാനത് മറ്റേക്ക് ദേഷ്യം ശരിക്കും ദേഷ്യം വരും. കാരണം ഞാൻ പുള്ളി ശരിക്കും തള്ളിയിട്ട് പുള്ളിയുടെ കാലൊക്കെ മുറിഞ്ഞ് ജയശങ്കരേട്ടൻ പാവം. ഞാൻ പഠിച്ചു വരുന്നല്ലോ. അപ്പൊ അതിന്റെ എല്ലാ ദുരിതം അനുഭവിച്ച ജയശങ്കരേട്ടൻ. ശരിക്കും ആ സിനിമ കഴിഞ്ഞിട്ടാണ് എല്ലാവരും പോത്തേട്ടൻസ് ബ്രില്യൻസ് എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നു, ഭയങ്കര വൈറലാകുന്നു. അപ്പൊ പോത്തേട്ടൻസ് ബ്രില്യൻസ് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ്. എങ്ങനെയാണ് ദിലീഷ് പോത്തൻ എന്ന് പറയുന്ന ഒരു ഡയറക്ടറുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ? ഞാനത് പറയേണ്ട ആവശ്യമില്ല. ഞാൻ മഹേഷിന്റെ പ്രതികാരത്തിൽ ഞാൻ പിന്നെ ആ റോള് അഭിനയിക്കാൻ വേണ്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തൊണ്ടി മുതൽ ഞാൻ അസോസിയേറ്റ് ഡയറക്ടറാണ് രണ്ടാമത്തെ സിനിമയിൽ. അപ്പോൾ ഞാൻ സിനിമ പിന്നണി പ്രവർത്തകനാവണമെന്ന് വിചാരിച്ചിട്ട് വന്ന. അപ്പോൾ അതിനുള്ള അവസരങ്ങൾ ഇങ്ങനെ നോക്കി നടക്കുകയായിരുന്നു. കൊച്ചിയിൽ ഇങ്ങനെ തെരപ്പര നടക്കുമ്പോഴാണ് ഈ മഹേഷിന്റെ പ്രതികാരത്തിൽ അഭിനയിക്കാൻ വിളിച്ചത്. നാടകമൊക്കെ മുമ്പ് ചെയ്തിട്ടുള്ളതുകൊണ്ട് അഭിനയിക്കാം എന്നുള്ളത് തീരുമാനിച്ചതായിരുന്നു. പക്ഷെ തൊണ്ടി മുതൽ വർക്ക് ചെയ്യുമ്പോഴാണ് എനിക്ക് ഇപ്പോൾ തന്നെ കുറച്ചും കൂടി അടുത്ത് അങ്ങനെ സ്വന്തം ആളായിട്ട് കിട്ടുന്നത്. ഇപ്പോഴും സ്വന്തം ആൾ തന്നെയാണ്. അമേസിങ് ആണ് പോത്തണ്ണൻ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളിൽ. പോത്തണ്ണൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് ഭയങ്കര അമേസിങ് ആണ്. അത് സിനിമ ചെയ്യുന്ന പ്രോസസ്സ് പോലും ഭയങ്കര സൗന്ദര്യാത്മകമായിരിക്കും, എസ്തെറ്റിക്കലി ഭയങ്കര രസമായിരിക്കും. ഞാൻ എപ്പോഴും ഫാനാണ്. അത് അങ്ങനെ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ എൻ്റെ കാഴ്ചപ്പാടുകളെ മാറ്റിയിട്ടുണ്ട് സിനിമയെ കുറിച്ചിട്ട്. അങ്ങനത്തെ ഒരു ഡയറക്ടറാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
ചില്ലറക്കാരനല്ല. ഇപ്പൊ ഞാൻ കുമ്പളങ്ങി നൈറ്റ്സ് സമയത്തൊക്കെ ഇങ്ങനെ ഓരോ ക്യാരക്ടേഴ്സിന് പറഞ്ഞു കൊടുക്കുന്ന വീഡിയോ, അവരെ ആ ഒരു സീൻ പറഞ്ഞു കൊടുക്കുന്ന വീഡിയോ ഒക്കെ കാണുമ്പോൾ നമുക്ക് പോയിട്ട് ആ ക്ലാസ്സിലൊക്കെ പോയി അറ്റൻഡ് ചെയ്യാൻ തോന്നും. കാരണം അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇങ്ങനെ ഭക്ഷണം നീ കഴിച്ചിട്ടില്ല, അപ്പം പെട്ടെന്ന് ചേട്ടന്മാർ വരുന്നു, അങ്ങനെ ഇങ്ങനെ ആ ഒരു സീൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അത്രയും അല്ലെ എത്രയും വർക്ക് ചെയ്ത് ആ ഇന്റൻസ് കഥ പറഞ്ഞു തരുന്നതിലുണ്ടാവും, ആ ഇന്റൻസിറ്റി ഉണ്ടാവും, എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. നമുക്കത് മറ്റേ നമ്മൾ കേട്ടിരുന്നാൽ മതി, നമ്മൾ പെർഫോം ചെയ്തു പോകും. അങ്ങനെയാണ് ആ പ്രോസസ്. ഭയങ്കര ഭയങ്കര കിടലൻ പ്രോസസ്. മഹേഷിന് പ്രതികാരം കഴിഞ്ഞിട്ട് ചേട്ടൻ പുറത്തിറങ്ങുമ്പോൾ ആളുകളുടെ ഒക്കെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? ഈ പറഞ്ഞ പോലെ ചേട്ടനൊക്കെ ചിരിക്കുമായിരുന്നോ? അന്ന് എനിക്ക് ജനഗണമന എന്നായിരുന്നു പേര്. ജനഗണമന അതായിരുന്നു ആൾക്കാർ എന്നെ എൻ്റെ ഒരു ഓർമ്മയിലുള്ളത്. തിരുവനന്തപുരത്ത് പോയപ്പോൾ എൻ്റെ ഒരു പഴയ ഫ്രണ്ടിനെ കാണാൻ പോയപ്പോൾ അവൻ്റെ ഫ്രണ്ട് അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ എന്നെ കണ്ടിട്ട് കുറച്ചു നേരം ഇങ്ങനെ നോക്കി, പിന്നെ ഇവൻ ചിരിക്കാൻ തുടങ്ങി. നിർത്തുന്നില്ല. ഈ നിർത്തി കഴിഞ്ഞാലല്ലേ എന്താണ് ചിരിക്കുന്നത്, എന്തിനാണെന്നുള്ളത് ചോദിക്കാൻ പറ്റും. നിർത്തുന്നില്ല. അവൻ ഞാനും കൂടെ ചിരിച്ചു. കൂടെ ചിരിച്ചിട്ട് എന്നെ തല്ലിക്കൊണ്ടൊക്കെ ചിരിക്കുന്നില്ല. കുറെ കഴിഞ്ഞിട്ടാണ് നിങ്ങള് നിർത്താൻ കുറെ സമയം എടുത്തു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണ്ടെന്ന് അറിയാതിരിക്കുന്നു. ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെ റെസ്പോൺസ് ദിലീഷനെ വിളിച്ച് പറഞ്ഞിട്ടൊക്കെ ഉണ്ടോ ആളുകൾ ഇങ്ങനെയൊക്കെയാണ്? പോത്തന്നെ അറിയാതെ. ഞാൻ അവിടെ തന്നെ ആയിരുന്നു ആ സമയത്ത് മൊത്തം. തൊണ്ടിമുതലിലും കുമ്പളങ്ങിയിലും എല്ലാം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അതെ. അപ്പം അറിയാം ആൾക്കാർ എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ അറിയാം. എനിക്ക് അതിന്ന് കഴിഞ്ഞ് പിന്നെ എനിക്ക് സുരേഷ് ചേട്ടനായിരിക്കുമല്ലേ പിന്നെയും ആളുകൾ, അതോ ഇപ്പോഴും ഇങ്ങനെ ആൾക്കാർ ശ്രദ്ധിച്ചതെന്നൊക്കെ പറയാം. മറ്റേ തൊണ്ടിമുതല് മായാനദി ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും. പിന്നെ മിന്നൽ മുരളിയിൽ കണ്ടിട്ടുണ്ടാവും. ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ അത് ചെറുതായിട്ട് കണ്ടിട്ടുണ്ടാവും. അങ്ങനെ കനകങ്കാമിനി കലഹം. അതെ. അയ്യോ അതിലെനിക്ക് താഴെയുള്ളത് ജോബി അലക്കുന്ന ആള് ധോബി. അയ്യോ ആ സീനൊക്കെ എനിക്ക് തോന്നുന്നു ചേട്ടനും ഇപ്പൊ ഏറ്റവും കൂടുതൽ ആക്ടേഴ്സ് പറയുന്ന സാധനമാണ്. ഇപ്പൊ നമുക്ക് ഒരു നെഗറ്റീവ് റോള് അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് വിഷമമുള്ള സീൻ അതൊക്കെ ഭയങ്കര എളുപ്പമാണ് അഭിനയിച്ച് ഫലിപ്പിക്കാൻ. ഏറ്റവും പാട് കോമഡിയാണ്. കാരണം മറ്റുള്ളവർക്കും ചിരി വരണമല്ലോ, നമ്മൾ മാത്രം ചിരിച്ചാൽ പോരല്ലോ. പക്ഷെ കോമഡി വളരെ നമ്മൾ കാണുമ്പോൾ എളുപ്പത്തിൽ ചെയ്യുന്ന കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രണ്ട് ആക്ടേഴ്സ് ആണ് ആക്ച്വലി, ചിത്രേച്ചി ആണെങ്കിലും ചേട്ടനാണെങ്കിലും. അപ്പൊ അതിനെ പറ്റി രണ്ട് വരി പ്ലീസ്. ഞാൻ ചെയ്ത എല്ലാം കോമഡി ആയിട്ടാണ്. ചെയ്യുന്നത് സീരിയസ് ആയിട്ടാ, പക്ഷെ വരുന്നത് കോമഡി ആയിട്ടായിരിക്കും. ഫ്രണ്ട്സ് ഗ്യാങ്ങിലൊക്കെ ചേച്ചി പറയുമ്പോഴും ഓട്ടോമാറ്റിക്കലി ആളുകൾ ചിരിക്കും. അങ്ങനെ എപ്പോഴും കോമഡി എന്നൊക്കെ ഭയങ്കര കൗണ്ടറാ. വേണ്ടാത്തടത്തൊക്കെ ഒരു ഡയലോഗ് ഒക്കെ കൊണ്ടുവരും. ഓരോരോ ഡയലോഗ് ചോദിക്കും, അത് നമുക്ക് ഇരുന്ന് ചിരിക്കാം. അപ്പൊ ഇവളിങ്ങനെ ഞാൻ ചിലപ്പോ സീരിയസ് ആയിട്ടായിരിക്കും ചോദിക്കുന്നുണ്ടാവില്ല, അവര് കോമഡി ആക്കി എടുക്കും. നിങ്ങളൊക്കെ കുറച്ചു നേരം ചിരിച്ചിട്ടൊക്കെ നടന്നിട്ട് വന്നിട്ട് മറുപടി പറയാൻ പറ്റും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പക്ഷെ ഈ സീനില്ലേ, അത് ഞാൻ ചെയ്തത് കോമഡി ഒരു അങ്ങനെ ഒരു ഇമ്പാക്ട് കിട്ടുന്ന ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അത് ഞാൻ ഭയങ്കര 10ാം ക്ലാസ് എക്സാമിൽ സീരിയസ് ആയിട്ട് പറഞ്ഞത് ഞാൻ കണ്ടില്ലേ. സത്യം കണ്ടാ തന്നെയാണ് കാസ്റ്റ് ചെയ്യാൻ തോന്നുന്നത്. അത് ചേട്ടന് എളുപ്പത്തിൽ കോമഡി ഡീൽ ചെയ്യാൻ? ഇല്ല ഞാൻ ഇഷ്ടമാണ് കോമഡി കേട്ടിരിക്കാൻ. അപ്പൊ ഇവരൊക്കെ ഭയങ്കര നല്ല ഹ്യൂമർ സെൻസ് ഉള്ള ആൾക്കാരാണ്. ദിലീഷ് പോത്തൻ അന്യായ ഹ്യൂമർ സെൻസ് ഉള്ള ആളാണ്. ശ്യാമേട്ടൻ അന്യായ ഹ്യൂമർ സെൻസ് ആണ്. പിന്നെ രതീഷ് ബാലകൃഷ്ണ പൊതുവാള്, അത് പിന്നെ കോമഡിയുടെ മരാണ്. അയ്യോ പുള്ളി തുടങ്ങി കഴിഞ്ഞാൽ നിർത്തൂല. അങ്ങനെ പിന്നെ ഒരാളാ. ഭയങ്കര സർക്കാസൊക്കെ ഓടിയിട്ടുള്ള മനുഷ്യനാണ്. അപ്പൊ പുള്ളിയുടെ കഥ കേൾക്കുമ്പോ നമുക്ക് ചിരി വരും. അത് പറയുമ്പോ പുള്ളി പറഞ്ഞു തരുമ്പോ തന്നെ നമുക്ക് ചിരി വരും. അതിന് ഡെലിവറി ചെയ്താൽ മതി നമ്മൾ. പിന്നെ പുള്ളി ഭയങ്കര നല്ല ആക്ടറാ. എങ്ങനെയാണ് ഡെലിവറി ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളതിന് പുള്ളിക്ക് നല്ല ധാരണ ഉണ്ട്. അപ്പൊ നമുക്ക് ഈ ഫൺ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളറിയാതെ അത് ചെയ്യുമ്പോ ഫൺ വരും എന്നുള്ള. അതിനത്ര ബുദ്ധിമുട്ട് എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് ഇപ്പൊ ഒരു ഡയറക്ടറിനെ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം, അതായത് ഇയാളുടെ കൂടെ ഞാൻ ഇനിയും വർക്ക് ചെയ്യും എന്ന് ചേട്ടന് തീരുമാനിക്കുന്ന ഒരു ഘടകം ഉണ്ടെങ്കിൽ അതെന്താണ്?
എനിക്ക് വർക്ക് ചെയ്ത എല്ലാ ഡയറക്ടർമാരുടെ കൂടെയും ഇനിയും വർക്ക് ചെയ്യണമെന്നുണ്ട്. അത് കാരണം എല്ലാവരും മറ്റും പൊളി ഡയറക്ടർമാർ. ഈ രതീഷ് പൊതുവാള്, ദിലീഷ് പോത്തൻ, ആഷിഖ് അബു, ബേസിൽ ജോസഫ്, എല്ലാവരും ഭയങ്കര കുറെ ആൾക്കാരുടെ കൂടെ പിന്നെയും വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കിടിലൻ ഡയറക്ടേഴ്സാണ്. ഇവരൊക്കെ വിളിക്കട്ടെ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇനിയും വിളിക്കണം. ഇനിയും വിളിക്കണം. പിന്നെ സെന്ന ഹെഗ്ഡെ. അതെ. അയ്യോ. ആ അപ്പൊ ഇതൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. എല്ലാവരും നല്ല ഡയറക്ടേഴ്സാണ്. അവരിന്നൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട്. അവർ ചെയ്യുന്ന രീതികൾ ഭയങ്കര വ്യത്യസ്തമാണ്. ഭയങ്കര ഒന്നിനൊന്ന് വ്യത്യാസം ഉള്ള ആൾക്കാരാണ്. പിന്നെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് രതീഷേട്ടൻ്റെ പടത്തിലാണ്. രതീഷേട്ടൻ്റെ എല്ലാ പടത്തിലും എന്നെ വെക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇരുട്ടടി കൊടുക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചൊരു ലക്ക് ഫാക്ടർ ആയതുകൊണ്ടാണോ? അല്ലല്ലോ, ഭീഷണി. രതീഷ് ചേട്ടന്റെ കൂടെ ഇപ്പം ആക്ച്വലി 2ാമത്തെ സിനിമ. അപ്പം എങ്ങനെയുണ്ട് ചേട്ടന്റെ കൂടെ ഉള്ള വർക്കിംഗ്? അയ്യോ ചീത്ത പറയാറുണ്ടോ? ചീത്ത കിട്ടിയിട്ടുള്ളുണ്ട്. അതുകൊണ്ട് നന്നാക്കാനും പറ്റിയിട്ടുണ്ട്. ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് പിന്നെ ഭയങ്കര സ്ട്രിക്റ്റ് ഒക്കെ ആയിരിക്കും ചില സമയത്തൊക്കെ. പക്ഷെ ഭയങ്കര ഫണ്ണാണ്. ആർട്ടിസ്റ്റുകൾക്കൊന്നും അങ്ങനെ ചീത്ത അപ്പൊ പറഞ്ഞത് പിന്നെ സാറിന് ഓർമ്മയുണ്ടാവില്ല. പക്ഷെ എനിക്ക് പൊതുവെ പേടിയുണ്ടായി. നല്ല ഭയങ്കര പേടി കൂടുതലാണ് എല്ലാരെയും അഭിനയിക്കാൻ പോകുമ്പോ. എല്ലാരെയും അങ്ങനെയല്ല. അല്ലെങ്കിലും വെറുതെ അതുകൊണ്ട് ഞാൻ ചിരിച്ചൊന്നുമില്ല. പക്ഷെ ഞാൻ ചിരിച്ചൊന്നുമില്ല. ഉള്ളില് ഭയങ്കര പേടി തന്നെ ഉണ്ടായേ. അത് കാണുന്നില്ലാന്നേ ഇല്ല അല്ലെ, ആയിരിക്കും. ചെറുപ്പം മുതലേ അഭിനയിക്കണം അങ്ങനെ ഒരു ആഗ്രഹം ഉള്ള ഒരാളായിരുന്നോ? ഇല്ല, അങ്ങനെയല്ല. കുറച്ച് സിനിമ കാണാനും തുടങ്ങിയ സമയത്ത് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായത്. ചെറുപ്പം മുതലൊന്നും ഇല്ല. പക്ഷെ അത് കാരണം അത് ആഗ്രഹിച്ചിട്ടും കാര്യമില്ല എന്നുള്ളൊരു അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് ഞങ്ങളെ വീട്. അങ്ങനെ ഒരു ആഗ്രഹം ഭയങ്കര അങ്ങനെ ഇതെല്ലാം എത്തിപ്പെടാൻ പറ്റാത്തൊരു മേഖലയാണ്. പോലെ ചെറുപ്പത്തിലാ നമുക്ക് ആഗ്രഹിക്കാം, അങ്ങനെ തോന്നുള്ളൂ. കാസർഗോഡാ. ചേട്ടൻ എങ്ങനെയാ അപ്പം സിനിമയില് ആദ്യത്തെ ഒരു ഡോർ? ഞാൻ ഈ ഡിഗ്രി ഒക്കെ പഠിക്കുമ്പോഴാണ് സിനിമയ്ക്ക് ആഗ്രഹം ഉണ്ടെന്ന് തോന്നിയത്. പിന്നെ PG പഠിക്കാൻ വന്നു. PG വിഷ്വൽ മീഡിയ പഠിച്ച്. അത് കഴിഞ്ഞിട്ട് അമൃതയിൽ, ഏഷ്യാനെറ്റിൽ ഒക്കെ കുറച്ച് കാലം ജോലി ചെയ്തു. പിന്നെ ഒന്നും നടക്കില്ല ഒന്നും മനസ്സിലായി, ശരിയാവുന്നില്ല. പ്രിന്റ് മീഡിയ നോക്കി. പ്രിന്റ് മീഡിയയിൽ കുറച്ച് കാലം ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്ത ധൈര്യത്തിൽ, ഞാനല്ല എൻ്റെ ഫ്രണ്ടാ ചെയ്തത്, അവൻ ചെയ്ത ധൈര്യത്തിൽ ഞാൻ ജോലി രാജിവെച്ചു. അങ്ങനെ കുറച്ചു കാലം ഇതിന്റെ പിറകെ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടാവുന്ന കഥകൾ പോലെ ചെറിയ കഷ്ടപ്പാടിന്റെ കഥകൾ. അങ്ങനെ കുറച്ചു കാലം കഷ്ടപ്പാട്. ഇപ്പോൾ ശ്യാമേട്ടന് പരിചയം ഉണ്ടായിരുന്നു. വൈകുന്നേരമൊക്കെ അവിടെ പോയിരിക്കും സംസാരിക്കാനൊക്കെ. ചിലപ്പോൾ എപ്പോഴെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ശ്യാംപുഷ്കാരൻ പോയിരിക്കും. അങ്ങനെ ഒരു ദിവസം രാത്രി പോയിരുന്ന് അങ്ങനെ സംസാരിച്ച് സ്ക്രിപ്റ്റ് പോത്തണ്ണനെ അഭിനയിക്കാൻ വേണ്ടി ഞങ്ങൾ എഴുതിയൊരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. അത് പോത്തണ്ണനെ അഭിനയിക്കാൻ വേണ്ടി പോത്തണ്ണനെ ക്യാരക്ടർ വിശദീകരിച്ചു കൊടുത്താ. അങ്ങനെ അത് കണ്ടിട്ട് ഇവനെ അഭിനയിപ്പിക്കാമല്ലോ, ഇവൻ കൊള്ളാലോ എന്ന് പറഞ്ഞു നായരേട്ടൻ. അപ്പോൾ ഇവൻ അഭിനയിക്കില്ലല്ലോ, അതിന് ഞാൻ മുമ്പ് ഒരിക്കൽ അഭിനയിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റേ എനിക്ക് പിന്നണിയാണ് താല്പര്യം എന്നൊക്കെ. അപ്പൊ ഇവനെ അഭിനയിക്കൂലല്ലോ എന്ന് പറഞ്ഞിട്ട് പുച്ഛിച്ചു എന്നെ ശ്യാമേട്ടൻ. അപ്പം ഇവരെല്ലാരും മറ്റേ എന്തൊക്കെയോ പറഞ്ഞു, എന്നെ എന്താ ചരിത്ര നിഷേധി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പറഞ്ഞു. അന്ന് അപ്പൊ ഞാൻ എന്തായാലും അഭിനയിക്കും എന്നൊക്കെ തീരുമാനിച്ചു. അങ്ങനെയാണ് മഹേഷിന്റെ പ്രതികാരത്തിലേക്ക് അഭിനയിക്കാൻ വേണ്ടിട്ട് ആയിരുന്നു. അതിന് മുമ്പ് സിനിമ പിന്നണി പ്രവർത്തകനാവാൻ വേണ്ടിയിട്ടുള്ള തേരാപ്പാര നടത്തായിരുന്നു. പിന്നെ ഒരു സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളർ ആയിരുന്നു. ഏകദേശം ഇരിക്കുന്ന എല്ലാ മേഖലകളിലും ചേട്ടൻ പ്രൊഡക്ഷൻ കൺട്രോള്, AD, കാസ്റ്റിംഗ് ഡയറക്ടർ, ആക്ടർ, ഇനിയിപ്പോ ഡയറക്ടർ പോസ്റ്റിൽ ഒരു എന്താ പറയുക സിനിമ വരാൻ പോകുന്നു, പേര് പെണ്ണും പൊറാട്ടും. അത്രക്കൊന്നും ആയിട്ടില്ല. സന്തോഷേട്ടനൊക്കെ അത്ര കയ്യുന്നുണ്ട്. അതല്ല, ഞാൻ പറഞ്ഞ എല്ലാ റോളിലും ഏതാണ് ചേട്ടന് ഏറ്റവും ഒരു എന്താ പറയാ ത്രില്ലിങ് അല്ലെങ്കിൽ സന്തോഷം തോന്നുന്ന സംഭവം? ഏറ്റവും ടെൻഷൻ പിടിച്ചതും ഏറ്റവും ത്രില്ലിങ്ങും ആയിട്ടുള്ളത് ഡയറക്ടർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഞാനിപ്പോൾ അതിന്റെ പകുതിയിൽ നിൽക്കുക, 3/4 ഭാഗത്തോളായിട്ടുണ്ട്. അതിന്റെ ബാക്കിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. അത് തന്നെയാണ് ഏറ്റവും ടെൻഷൻ ഉള്ളത്. ഏറ്റവും ആഗ്രഹിച്ചതും അത് തന്നെ. അതിൽ തന്നെയാണ് ഏറ്റവും ട്രിപ്പും കിട്ടുന്നത്. അപ്പൊ എന്താണെങ്കിൽ ആ സിനിമയ്ക്ക് വേണ്ടി നമ്മളെല്ലാവരും വെയിറ്റിംഗ് ആണ്.
അപ്പൊ എന്തൊക്കെയാണ് ഫ്യൂച്ചർ പ്രൊജക്ടുകൾ, കാര്യങ്ങൾ? ഒന്നും വന്നിട്ടില്ല. ഫ്യൂച്ചർ സുമലത വന്നതിന് ശേഷം വരുമായിരിക്കും. തീർച്ചയായിട്ടും ആ ടീച്ചർ, സുമലത ടീച്ചർ എന്നുള്ളത് ഞങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. ഈ സിനിമയും കൂടിയും നിങ്ങളുടെ ഈ പ്രണയ കഥ ഇറങ്ങുമ്പോഴേക്കും അടുത്തടുത്ത് പുതിയ പുതിയ സംഭവങ്ങൾ വരട്ടെ. ഇപ്പൊ പൊതുവേ നമ്മള് ഇപ്പൊ നമ്മുടെ ജീവിതത്തില് ഇന്ന സാധനങ്ങൾ വേണം എന്ന് പറയുന്നതിനേക്കാളും ഇന്നത് എനിക്ക് വേണ്ട എന്ന് പറയുന്നിടത്താണ് ഒരാളുടെ ശരിക്കുള്ള ഒരു ട്രൂ സെൽഫ് നമുക്ക് മനസ്സിലാവുന്നതെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ലൈഫിലൊരു ഇതെനിക്ക് വേണ്ട അങ്ങനെ പറഞ്ഞൊരു സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ എടുത്ത ഏതെങ്കിലും ഒരു മൊമെന്റോ സിറ്റുവേഷൻ എന്തെങ്കിലും മനസ്സിലേക്ക് വരുന്നുണ്ടോ? ഫിലിം ബേസ്ഡ് ആയിട്ടല്ല, എന്റെ പേഴ്സണൽ ലൈഫിൽ അങ്ങനെ ഉള്ളത്. അതിപ്പോ ചേട്ടന്? ഞാനോ? ഞാൻ ജോലി രാജിവെച്ചത്. മറ്റേ ഫ്രണ്ട് ഷോർട്ട് ഫിലിം ചെയ്തത് കരുത്തിട്ട് അതായിരുന്നു. പിന്നെ ഈ നമ്മള് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോ നമ്മളൊന്ന് അങ്ങോട്ടൊന്ന് ടേൺ ചെയ്യാം ഒന്ന് തീരുമാനിക്കുന്ന ടേണൊക്കെയാണ്. എനിക്ക് അത് ഞാൻ എപ്പോഴാണ് ഞാൻ കാസ്റ്റിംഗ് ഡയറക്ടർ ആവാൻ തീരുമാനിച്ചത്, അങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ പെട്ടെന്നാണോ ശരി ഇങ്ങനെ ആവാം അങ്ങനെ? അതോ പെട്ടെന്ന് ഡിസിഷൻ എടുക്കുന്ന ഒരാളാണോ? ചിന്തിച്ച് കുറെ അതിനെപ്പറ്റി അതും ഇതും ഇതൊക്കെ ചിന്തിച്ചു? ഞാൻ കുറച്ചധികം ചിന്തിച്ചിട്ടൊക്കെയാണ് ഒരു കാര്യം തീരുമാനിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഇത് നമുക്ക് ഇവിടെ അങ്ങനെ ചിന്തകൾ, നമ്മളൊരു ഇതിന്റെ നടുക്ക നിൽക്കുന്നത്. അപ്പം നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ എടുക്കുക, പിക്ക് ചെയ്യുക, അല്ലെങ്കിൽ വെക്കുക, അങ്ങനെ ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ കുറച്ച് സേഫ് ആയിട്ട് നിൽക്കുക. ഞാനൊരു സേഫായിട്ട് എത്ര കാലം വേണമെന്നുണ്ടെങ്കിൽ മലയാള സിനിമയുടെ ഭാഗമായിട്ട് നിൽക്കാം എന്ന് പറയുന്ന ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോഴാണ് ഞാൻ അതൊന്നും ഒഴിവാക്കാം, എനിക്ക് കുറച്ച് റിസ്ക് ഏറ്റെടുക്കാം എന്ന് തീരുമാനിച്ചത്. ആ തീരുമാനം നല്ലതായിരുന്നു. അപ്പൊ ഈ പെണ്ണും പൊറോട്ടും അതിനെപ്പറ്റി എന്തെങ്കിലും പറയോ? എന്തിനെ പറ്റിയിട്ടാണെന്നോ? ഒരു പാലക്കാടൻ ഇല്ലില്ല, ഒരു പാലക്കാടൻ നാട്ടിൻപുറത്തെ, പാലക്കാടനല്ല, ഒരു പ്രത്യേക നാട്ടിലെ പാലക്കാടൻ ആൾക്കാരെ വെച്ച് ചെയ്യുന്ന ഒരു നാട്ടിൻപുറം കഥയാണ്. ഒരു പട്ടിയാണ് അതിലെ മെയിൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. സുട്ടു എന്നാണ് പട്ടിയുടെ പേര്. അപ്പോൾ അവന് പേ പിടിച്ച് ഓടുന്നതും നാട്ടുകാർ അതിന്റെ പിറകെ ഓടുന്നതുമായിട്ടുള്ള ഒരു കഥയാണ്. ചിരിച്ച കോമഡിയാണെന്ന് പറയാവുന്ന ഒരു കഥയാണ്. അത് മുക്കാലോളം ഷൂട്ട് കഴിഞ്ഞു, ബാക്കി നടക്കാനുണ്ട് ഇനി. അപ്പൊ നമ്മൾ ഇനി ആക്ടർ എന്നുള്ളതും എന്താ പറയാ AD ആയിട്ടൊക്കെ നമ്മൾ കണ്ടു, ഇനി ഡയറക്ടർ എന്ന് പറഞ്ഞ ടൈറ്റിൽ കൂടി നമ്മൾ കാണാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അപ്പൊ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ അടുത്ത് ഈ സിനിമേനെ പറ്റിയിട്ട് വലിയൊരു പേരാണെന്നുള്ളതാണ് സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ. അത് അധികം അങ്ങനെ ആൾക്കാർ അത്ര കൂടുതൽ ആൾക്കാരൊന്നും ഇത്രയും വലിയൊരു പേര് ഇങ്ങനെ പറഞ്ഞിട്ട് കേട്ടിട്ടില്ല. പാർവതിയോട് താങ്ക് യു. ഇതൊരു ഭയങ്കര സരസമായ പ്രണയകഥയായിരിക്കും. നിങ്ങൾക്കറിയാം സുരേഷിന്റെയും സുമലതയുടെയും പ്രണയകഥയാണ്. അവരുടെ എങ്ങനെയാണ് പ്രേമം തുടങ്ങിയത്, എങ്ങനെയാണ് അവരുടെ പ്രേമം വളർന്നത്, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ സംഭവിച്ചു, ആരൊക്കെ അതിൻ്റെ ഇടയിലേക്ക് വന്നു എന്നൊക്കെയുള്ള കഥകളാണ്. കുറച്ച് കാലഘട്ടങ്ങളൊക്കെ മുറിച്ച് കാണിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. ഫണ്ണായിരിക്കും, ഒരു ഫൺ പാക്കായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിനുള്ള എല്ലാം ഉണ്ട് സിനിമയിൽ. ഒരുപാട് പാട്ടുകളുണ്ട്, മ്യൂസിക്കലാണ്. ഒരുപാട് 8-9 പാട്ടുകളുണ്ട്. അപ്പൊ ഞാൻ ടീച്ചർ ഡാൻസ് ഒക്കെ കണ്ടിരുന്നു. അതൊക്കെ ഇതിന്റെ പ്രൊമോഷൻ ഭാഗമായിട്ടാണ്. അത് സിനിമയിൽ അങ്ങനെ പാട്ടുകളുണ്ടോ? നമ്മളെ അല്ലേ അതെ, ഡാൻസും പാട്ടും എല്ലാം ഉണ്ട്. അപ്പം ഞാനൊരു കാര്യം കൂടി ചോദിക്കാം. അതായത് ഇതേ ക്യാരക്ടേഴ്സ് ആണ് നാഥാൻ കേസുകൂടൽ ചെയ്തത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു പ്രിപ്പറേഷൻ ഉണ്ടല്ലോ ഈ ക്യാരക്ടറിന് വേണ്ടി. അതിന്റെ കുറച്ചും കൂടി ഇൻ ഡീറ്റെയിൽ എന്ന് പറയുമ്പോൾ എത്രമാത്രം പ്രിപ്പറേഷൻ മാറി, അല്ലെങ്കിൽ എത്രമാത്രം കൂടുതൽ ഈ ക്യാരക്ടറിനെ അറിയേണ്ടി വന്നു ഈ സിനിമയ്ക്ക് വേണ്ടി? എന്റെ അവസ്ഥയാണെങ്കിൽ ഒരു പ്രിപ്പറേഷനും ഇല്ല, ഒന്നുമില്ല. വെറുതെ അങ്ങോട്ട് പോയി. ആ സുമലത എന്ന് പറയുന്ന അങ്ങനെയല്ലല്ലോ, പ്രിപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഒന്നും നോക്കാനില്ല. സുമലതയാണല്ലോ അതിന്റെ സ്പിന്നല്ലേ ചെയ്യുന്നത്. അപ്പൊ പിന്നെ സുമലതേന്റെ ആ ഒരു എല്ലാം ഡയറക്ടറിനും ചേട്ടനെ ഏൽപ്പിച്ച് അങ്ങ് പോയി പ്രാർത്ഥിച്ച്. ചിത്രം അങ്ങനെ പ്രിപ്പയർ ചെയ്യാനുണ്ടായിരുന്നില്ല. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ സിനിമ നമുക്ക് എന്നത്തെ കേസുള്ള ഒരു ചെറിയൊരു പോയിന്റിനെ നമ്മള് ആ പോയിന്റിലേ നമ്മളുള്ളൂ.
നമുക്ക് ഫണ്ണാക്കിയാൽ മതി, പെർഫോം ചെയ്താൽ മതി. അതിലങ്ങനെ നമ്മളെ ഇമോഷണലി അതുമായിട്ട് അങ്ങനെ കൊണ്ടു നടക്കേണ്ട കാര്യമൊന്നും കഴിഞ്ഞ സിനിമയിലില്ല. ഇതില് പക്ഷെ എല്ലാ ഇമോഷൻസും ഉണ്ട്. എല്ലാ ഇമോഷൻസും ഉണ്ട്. അപ്പൊ ഒരു സാധാരണക്കാരുടേതായിട്ടുള്ള എല്ലാ ഇമോഷൻസിലും കൂടി പോകുന്നുണ്ട് ഈ രണ്ട് ക്യാരക്ടേഴ്സും. അപ്പം ഫണ്ണ് മാത്രല്ല, എല്ലാം ഉണ്ട്. അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. എല്ലാവരും പോയി കാണാം. അപ്പം സുന്ദറിന് ആ ഒരു കെയറിംഗ് എന്നൊരു ഡയലോഗ് ഇല്ലേ, അത് ഓർമ്മയുണ്ടോ? പിന്നെ അത് മാത്രമേ ഓർമ്മയുള്ളൂ. അതൊരു ആ ലൈന് മാത്രം ഒന്ന് പറയോ. ഒന്നിക്കാൻ തീരുമാനിച്ച ഒരു സ്ത്രീക്കും പുരുഷനും സ്വന്തം ഓട്ടോ അല്ലാണ്ട് വേറെ ഏതാണ് സാറേ കംഫർട്ട് ആയിട്ടുള്ള സ്ഥലമില്ലത്? എനിക്കൊരു തിരക്കും ഉണ്ടായിട്ടാ വീട്ടിൽ പോയിട്ട്, സുരേഷ് ചേട്ടന് അത്രയും ഉണ്ടായിട്ടാ. അതുകൊണ്ട് തന്നെ നല്ലോണം മെല്ലാന്ന് സുരേഷ് ചേട്ടൻ വണ്ടി എടുത്തിട്ടുണ്ടായിന്. ഒരു 20-25, അല്ലാണ്ട് ഈ വക്കീലിന്റെ സൗകര്യത്തിന് വണ്ടി ഓടിക്കാണ്ട് എന്റെ സുരേഷ് ചേട്ടന് കിട്ടൂല. സുരേഷ് ചേട്ടൻ ഭയങ്കര കെയറിങ് ആണ്. അതാണ് സുരേഷ് ചേട്ടൻ ലൈൻ. സ്ലോ സ്റ്റഡി വിൻസ് ദ റേസ്, അതാണ് എന്റെ ലൈൻ. അപ്പൊ അടിപൊളി, ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ഇനി കുറെ സിനിമകളും ക്യാരക്ടേഴ്സും രണ്ടുപേരും തേടി വരട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. താങ്ക് യു.